സർക്കാരെടുത്ത നിലപാട് ശരിയല്ല എന്ന് ഞാൻ കംപ്ലീറ്റ്ലി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സർക്കാർ ആർക്കും വേണ്ടി എന്താ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുള്ള ബോധ്യമല്ല വേണ്ടത്. സർക്കാർ എപ്പോഴും നിയമവ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനായിട്ട് സർക്കാർ ശ്രദ്ധിക്കണം. അത് ഇപ്പോഴത്തെ സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. എന്തുകൊണ്ടാണ് ഈ താളം തെറ്റിപ്പോകുന്നത്? അതിന് നമ്മൾ കാലാകാലങ്ങളായി അത്യാവശ്യം വേണ്ടതായ പിന്തുണയും ഒത്താശയും കൊടുത്തു എന്നുകൊണ്ട് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാര്? നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ UDF വന്നാലും LDF വന്നാലും ഒന്നാം കാലഘട്ടം തരക്കേടില്ലാത്തതായിരിക്കും, സാധാ കാണുന്നതാണ്. രണ്ടാം കാലഘട്ടം അത് താഴോട്ട് പോകും. മൂന്നാം കാലഘട്ടം ആണെങ്കിൽ അത് അവതാളമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. ഓർത്തഡോക്സ് സഭ മാധ്യമവിഭാഗം തലവൻ യുവനന്മാർ ദിയസ്കോറസ് തിരുമേനിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നിരിക്കുന്നു. ഈ പള്ളികൾ ഏറ്റെടുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 6 പള്ളികൾ ഏറ്റെടുക്കുന്ന വിഷയത്തിൽ സർക്കാർ ഏറ്റെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് വിധിയെ കാണുന്നത്? വിധിയെ ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്ന സ്വഭാവമാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ഇന്ന് വരെ ഉള്ളത്. അതുകൊണ്ട് കോടതി വിധി അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. കോടതി വിധിയെ സന്തോഷപൂർവ്വം അംഗീകരിക്കുന്നു. കാരണം ആ വിധി സർക്കാർ ഏറ്റെടുക്കേണ്ട എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ നിർത്തുന്ന ഒരു വിധി പ്രസ്താവമല്ല. 300 പേജ് അടങ്ങുന്ന ഒരു വിധിന്യായമാണ്. അതിനകത്ത് ഈ ഒരു പറഞ്ഞ പോയിൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാം കാണുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2017 നൽകിയ വിധിക്ക് അനുസൃതമായ കാര്യങ്ങളാണ് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയം എന്താണ്? മലങ്കര സഭയുടെ ദേവാലയങ്ങളെല്ലാം 1934 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോകണം. അത് വളരെ കൃത്യമായിട്ട് ഈ വിധിക്കകത്ത് പറയുന്നുണ്ട്. 1934 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള വികാരിമാരായിരിക്കണം പള്ളി നയിക്കേണ്ടത്. അതും ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. പാരലൽ സംവിധാനം പാടില്ല, അതും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ വിധി പ്രസ്താവത്തിലും കൃത്യമായിട്ട് ഉണ്ട്. പിന്നെ 2017 ഉണ്ടായ വിധി 2-3 പള്ളികൾക്കേ ബാധകമുള്ളൂ എന്നുള്ളൊരു വാചകം പറയുമ്പോൾ തന്നെ അതിനകത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റു പള്ളികൾക്കും ബാധകമാണെന്നുള്ള പരാമർശവും അതിനകത്ത് തന്നെ ഉണ്ട്. അത് അങ്ങനെ ഒരു പരാമർശം വന്നപ്പോഴാണ് ആളുകളുടെ ഒരു കൺഫ്യൂഷൻ. ഇത് ഏതാ ശരി, ആദ്യം പറഞ്ഞാണോ രണ്ടാമത് പറഞ്ഞാണെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ, ഏത് അർത്ഥമാണ് കൊടുക്കുന്നതിലുള്ള കൺഫ്യൂഷൻ. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് മാത്രമാണ് ഒരു കൃത്യത വരേണ്ടത്. എന്നാൽ വിധി പൊതുവെ പരിശോധിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു ഏറ്റെടുക്കുന്നത് ആര് എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ അവിടെ വന്ന് നിൽക്കുകയല്ലേ? സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഒരു വിധിന്യായം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരാണ്. കക്ഷികൾക്ക് നടപ്പിലാക്കാൻ സാധ്യമാകുന്നതാണെങ്കിൽ കോടതിയിൽ പോലും പോകേണ്ട കാര്യമില്ലല്ലോ. കക്ഷികൾക്ക് അത് നടപ്പിലാക്കാൻ സാധ്യമാകുന്ന ഒരു കാര്യമാണെങ്കിൽ കോടതിയിൽ പോലും കാര്യമില്ല. അപ്പോൾ ഒരു വിധിന്യായം വന്നു കഴിയുമ്പോൾ ആ വിധിന്യായം ആർക്ക് അനുകൂലമാണ് അവർക്ക് അത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഭരിക്കുന്ന സർക്കാരിനുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ? സർക്കാർ പിന്നോട്ട് പോയി തോന്നുന്നു. ഉത്തരവാദിത്തം സർക്കാർ പിന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ വിഷയങ്ങൾ വീണ്ടും തലപൊക്കി വന്നത്. സർക്കാർ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയല്ലേ സഭയുടെ? തീർച്ചയായിട്ടും. അത് 2017 മാത്രമല്ലല്ലോ, 1995 വിധി ഉണ്ടായപ്പോഴും ഈ സർക്കാരുകൾ കൃത്യമായി ഈ സഭാ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ പ്രോപ്പറായി നടത്താത്തതുകൊണ്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണിത്. അനീതിയായി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കോടതി വിധി എന്ന് പറയുന്നത് കോടതി വിധി അനീതിയാണോ? അല്ലല്ലോ. കോടതി വിധി ന്യായങ്ങൾ കൃത്യമായി പരിശോധിച്ച് പുറപ്പെടുവിക്കുന്ന ഒരു വിധിയാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സർക്കാരുകൾ അങ്ങനെ നിലപാടെടുക്കുമ്പോൾ സർക്കാർ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് നാച്ചുറലി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് ഞങ്ങളിവിടെയും ആ ആശങ്ക ഞങ്ങളും അപ്പോൾ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. സർക്കാർ എടുത്ത നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് സഭ. സർക്കാർ എടുത്ത നിലപാട് ശരിയല്ല എന്ന് ഞാൻ കംപ്ലീറ്റ്ലി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സർക്കാർ ആർക്കും വേണ്ടി അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുള്ള ബോധ്യമല്ല വേണ്ടത്. സർക്കാർ എപ്പോഴും നിയമവ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനായിട്ട് സർക്കാർ ശ്രദ്ധിക്കണം. അത് ഇപ്പോഴത്തെ സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പല വേദികളിലും ഈ കോടതി വിധി ന്യായങ്ങൾ എത്ര ഉണ്ടായിട്ടും ഓർത്തഡോക്സ് സഭയ്ക്കെതിരെയുള്ള പ്രസ്താവനകൾ പ്രത്യക്ഷമായും പരോക്ഷമായും നടത്തുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം നാച്ചുറലി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നീതി വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി വന്നില്ല എന്ന് പറയാനേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ രണ്ടു കൂട്ടരെയും ഒരുപോലെ അകറ്റി നിർത്തുകയും കോടതി വിധി എന്താണെന്ന് ഞങ്ങൾ പഠിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. അതിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളൊന്നും ഈ കഴിഞ്ഞ 2017 മുതൽ ഞങ്ങൾ കാണുന്നില്ലല്ലോ.
ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് കൃത്യമായ ഒരു വിധി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് കുഴപ്പങ്ങളുണ്ടാക്കി നീട്ടി കൊണ്ടുപോകുക എന്നുള്ളൊരു ആഗ്രഹം അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് അവസാനിപ്പിച്ച് തരാനായിട്ട് ഭരിക്കുന്ന സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ സാധ്യമാകുന്നില്ല. അത് സർക്കാരിനെ മാത്രമല്ല നമ്മൾ പറഞ്ഞത്, രാഷ്ട്രീയ കക്ഷികൾ എപ്പോഴും നോക്കുന്നത് അവർക്ക് വേറെ ചില ലാഭങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഒരു വിഷയമുണ്ടായത് തീർന്ന് മാറണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എന്നൊരു ഉത്തമ തെളിവാണ് മലങ്കര സഭാ കേസ്. അതുപോലെ ഒരു ഇരട്ട നീതി ഉണ്ടായെന്ന് കരുതുന്നുണ്ട്. കാരണം ശബരിമല സ്ത്രീ പ്രവേശനം വന്നപ്പോൾ പെട്ടെന്ന് സർക്കാർ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് സംരക്ഷണം കൊടുക്കുന്നു, പോലീസിനെ ഇറക്കുന്നു, സ്ത്രീകളെ കയറ്റാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. പക്ഷേ ഈ സഭയുടെ വിഷയം വരുമ്പോൾ ആ ഒരു കാര്യമുണ്ടായില്ല, അങ്ങനെ കരുതുന്നുണ്ടോ? അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അത് എക്സ്പ്ലിസിറ്റ് അല്ലേ, വളരെ ക്ലിയർ അല്ലേ അത്. തങ്ങൾക്ക് നടപ്പിലാക്കണമെന്ന ബോധ്യമുള്ളത് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇഷ്ടമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാനായിട്ട് കഴിവിൻ്റെ പരമാവധി എന്തും കാണിച്ച് ശ്രമിക്കും. ശബരിമല വിധി നടപ്പിലാക്കാൻ ശ്രമിച്ച നാടകങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ അറിയാവുന്നതല്ലേ. എന്നാൽ മലങ്കര സഭയുടെ കേസ് വരുമ്പം വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് നമ്മളോടൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനു മുമ്പോട്ട് തന്നെ നടപ്പിലാക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാരിന് നമുക്ക് ഡയറക്റ്റ് പറയാൻ ഒക്കത്തില്ല. എന്നാൽ ചുമതലപ്പെട്ട അധികാരികളുടെ ഒത്താശയിലൂടെ നടക്കുന്നുള്ള ബോധ്യവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പാണോ അതിനപ്പുറത്തേക്കുള്ള താപ്പാണോ എന്നും പറഞ്ഞാൽ എനിക്കറിയാൻ മേല. പക്ഷേ ഇതാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്, നടന്നു വന്നത്. ഇപ്പോൾ ഈ നിലവിലെ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അതിൽ തൃപ്തരാണോ സഭ? സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മോശമാണെന്ന് ഞങ്ങൾ പറയുമല്ലോ. സർക്കാർ നല്ല ഒരുപാട് കാര്യങ്ങൾ, അത് ഏത് സർക്കാരിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്ത് തന്നെ നല്ലതല്ല എന്ന് പറയാനായിട്ടൊക്കെയല്ലോ, നല്ലത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അതേസമയം തന്നെ സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അത് മുഖപക്ഷം നോക്കാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭരണത്തിലിരിക്കുന്നവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയാവും. ഞാൻ ഒരേ കാര്യത്തിൽ അയയുന്ന ആളാണെന്നും മറ്റേ കാര്യത്തിൽ അയത്തില്ലെന്നുമുള്ള ബോധ്യം ഒരു പൗരനുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ താളം തെറ്റുകയാണ് ചെയ്യുന്നത്. ആ താളത്തിൻ്റെ തെറ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 ദിവസം മുമ്പ് ഒരു വിധി പ്രസ്താവിച്ചപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി എന്ന് പറഞ്ഞ ഒറ്റ വാക്യത്തെ വെച്ചുകൊണ്ട് അന്ന് തന്നെ വൈകിട്ട് പള്ളിയുടെ എല്ലാം വാതിലുകളിൽ കരിമരുന്ന് പ്രയോഗം, പിന്നെ ചെണ്ട കൊട്ട്, പിന്നെന്തുവാ അഭിവാദ്യം പറച്ചിൽ, പള്ളിയിൽ കയറുമെന്നുള്ള പ്രസ്താവനകൾ ഇറക്കൽ, ഇതെല്ലാം നമ്മൾ കാണുന്ന കാഴ്ചയാണ്. എന്തുകൊണ്ടാണ് ഈ താളം തെറ്റിപ്പോകുന്നത്? അതിന് നമ്മൾ കാലാകാലങ്ങളായി അത്യാവശ്യം വേണ്ടതായ പിന്തുണയും ഒത്താശയും കൊടുത്തു എന്നുകൊണ്ട് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാര്? അങ്ങനെയാണോ നമ്മുടെ സമൂഹം ചെയ്യേണ്ടത്? നമ്മുടെ സമൂഹത്തിന് കൃത്യമായ വഴികളില്ലേ? ഒരു സമൂഹത്തിൻ്റെ താളം തെറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ 2 ദിവസമായിട്ട് കാട്ടിക്കൂട്ടിയ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞങ്ങളിതൊക്കെ കാണുന്നുണ്ട്. ഓരോ പള്ളികളുടെയും വാതിലിൽ പോയി ബഹളം ഉണ്ടാക്കുക. ഇപ്പം തന്നെ ഞാൻ ഈ ഒരു കാര്യം ഇത്രയും പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കായിരിക്കും ഇനി അടുത്ത 2 ദിവസത്തെ ഏറ് കിട്ടുന്നത്. അത് ക്വൈറ്റ് നാച്ചുറൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. കാരണം എന്താണ്, ഭരിക്കുന്നവരും നിയമങ്ങൾ നടപ്പിലാക്കേണ്ടവരും അതല്ല അവരുടെ ഉദ്ദേശം. അതിനപ്പുറമായി മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, വെടക്കാക്കി തനിക്കാക്കുവാന്ന്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷം, അതായത് കേരളത്തിൽ കണ്ടുവരാത്തൊരു ശീലമാണ് ഒരു തുടർ ഭരണമൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ വീണ്ടും ഒരു 10 വർഷം ഒരു മുന്നണി തന്നെ, ഒരു ഭരണകക്ഷി തന്നെ ഭരിക്കുന്നു. ഒരു ഭരണമാറ്റം കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നുണ്ടോ? നമ്മുടെ നാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ എപ്പോഴും ഭരണമാറ്റങ്ങൾ നല്ലതാണ്. അത് LDF മാറി UDF വരണമെന്നോ UDF LDF മാറി NDA വരണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഭരിക്കുന്ന ആളുകളിലൊക്കെ ചേഞ്ച് വേണം. കാരണം ഒരു കൃത്യമായ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരാനും സമൂഹത്തിന് നന്മ ഉണ്ടാകുന്നത് ജനത്തിനൊരു ബോധ്യമാകാനും ഒക്കെ ആയിട്ട് ഭരിക്കുന്നവർ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് ചില ആളുകൾ അട്ടിപ്പേറായിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അതല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളതിൽ സംസാരിക്കുകയല്ല. പക്ഷേ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അത് LDF മാറിയിട്ട് UDF വരണമെന്നോ UDF മാറിയിട്ട് LDF വരണമെന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്. അത് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനും എന്നെപ്പോലുള്ളവരും പറയുന്നത് അങ്ങനെയല്ല. പക്ഷേ ഈ ആളുകൾ അവരുടെ ഭരണശൈലിയിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സംസാര ഭാഷയിൽ പോലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സമൂഹത്തെ അത് കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒക്കെ ഒരു കൃത്യമായ ബാലൻസിങ് കീപ്പ് ചെയ്യാനായിട്ട് ഒരു മാറ്റം നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിചാരം. കഴിഞ്ഞ കാലങ്ങളുണ്ടായ പോലെ തുടർന്നു പോരുന്നെങ്കിൽ ഒരു സുഗമമായ കേരളത്തിന് നടത്തിപ്പോ, അല്ലെങ്കിൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായതും ഈ ഒരു ഭരണമാറ്റം കൊണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിന് തന്നെ നല്ലതാണ്. നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ UDF വന്നാലും LDF വന്നാലും 1ാം കാലഘട്ടം തരക്കേടില്ലാത്തതായിരിക്കും, സാധാ കാണുന്നതാണ്. 2ാം കാലഘട്ടം അത് താഴോട്ട് പോകും. 3ാം കാലഘട്ടം ആണെങ്കിൽ അത് അവതാളമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട.
അതിന് യാതൊരു സംശയവും വേണ്ട. അത് ഈ രണ്ടാം കാലഘട്ടത്തിൽ പ്രശ്നങ്ങളുണ്ട്. രണ്ടാം കാലഘട്ടത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഈ അടുത്ത സമയത്ത് കേൾക്കുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്ന ആളല്ല. പക്ഷേ നമ്മൾ വർത്തമാന പത്രങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും ജനത്തിൻ്റെ സംസാരത്തിലൂടെയൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതിനകത്ത് ഈ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ചിലപ്പോൾ ചില തെറ്റുകൾ, ഞങ്ങൾ കാണുന്നതിൽ ചില തെറ്റുകൾ കാണുമായിരിക്കും, കേൾക്കുന്ന തെറ്റുകൾ കാണിക്കും. പക്ഷെ പൊതുവേ നോക്കുമ്പോൾ ഒരു സുഖകരമല്ലാത്ത ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് എൻ്റെ സഭയുടെ ഒരു കാഴ്ചപ്പാടായിട്ട് കണക്കാക്കണ്ട. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്കയാണ് അത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കളയരുത് LDF മാറി UDF വരാനായിട്ട് ദിയോസ്കോറസ് തിരുമേനി പറഞ്ഞു എന്നുള്ള വാർത്ത കൊടുക്കരുത്. അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. അത് ഞാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ല, അങ്ങനെയല്ല. നമ്മുടെ സമൂഹത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട്. ആ ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു നല്ല സർക്കാർ രൂപപ്പെട്ടു വരേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കാര്യങ്ങൾ, ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന ഇന്ന് എല്ലാ കാലത്തും നല്ലത് തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു നീണ്ട കാലം അത് കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും BJP ഭരിച്ചാലും നാച്ചുറലി സംഭവിക്കുന്ന ഒരു താഴേക്കൂടെ പോക്കുണ്ട്. അത് എല്ലായിടത്തും കാണുന്ന കാഴ്ചയാണ് നീണ്ട കാലം ഉണ്ടാകുന്നത്. ഇത് കാരണം ഇതൊരു പൊളിറ്റിക്സ് അല്ലേ, രാഷ്ട്രീയമല്ലേ. എപ്പോഴും അവർക്ക് ആ രാഷ്ട്രീയ സംഹിതയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ താളങ്ങൾക്കനുസരിച്ച് പോവുകയുള്ളൂ. അതല്ലെങ്കിൽ കൊള്ളാം, നാം എല്ലാവരും വളരെ മച്ചുവേർഡായിട്ട് പെരുമാറുന്നവരാണ്. എനിക്ക് ഇലക്ഷനിലൂടെ ഞാൻ ജയിച്ചു വന്നു. പക്ഷേ ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭരണപക്ഷം പ്രതിപക്ഷമല്ല, ജനത്തിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തിയിലൂടെ കാണിക്കാനായിട്ട് കഴിയുന്നവരായിരിക്കണം. അങ്ങനെയൊന്നും കാണുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ കിടപ്പുണ്ട്. അതാണ് സഭയ്ക്ക് ഒരു പ്രത്യേകമായൊരു നിലപാടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകമായ പക്ഷമോ അങ്ങനെയൊന്നും ഇത്തവണ ഇല്ലല്ലോ. ഒരിക്കലും ഉണ്ടാകും. മലങ്കര സഭ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഇന്നാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയത്തില്ല. ജനം അവരുടെ വികാരങ്ങൾ വിവേകത്തിനുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പണ്ട് മുതലേ ഉള്ളത്. ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ കൃത്യമായിട്ട് അവരുടെ മനസ്സനുസരിച്ച് അവരുടെ അനുഭവങ്ങളനുസരിച്ച് അവർ കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നുണ്ട്. അത് തന്നെ അവർ ഈ വർഷം തുടരും. നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ സമദൂരസ്ഥ തന്ന് വിളിക്കുമെന്നൊക്കെ ഞങ്ങളാരും ഔദ്യോഗികമായിട്ട് പറയല്ല. പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് എവിടെയെങ്കിലുമൊക്കെ പറയാറുണ്ടായിരിക്കും. പക്ഷേ ഔദ്യോഗികമായിട്ട് അങ്ങനൊരു വാർത്ത ഞങ്ങൾ സൃഷ്ടിക്കാറില്ല. കാരണം മലങ്കര സഭയിലെ ജനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നേതൃത്വത്തിലിരിക്കുന്നവർക്കൊക്കെ ഉത്തമമായ ബോധ്യമുണ്ട്. ആ ബോധ്യം അതനുസരിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. യുക്തിക്കനുസരിച്ച് അവർ കാര്യങ്ങൾ അവരുടെ യുക്തിക്കനുസരിച്ച് അവർ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ പോലെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജനം മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ജനം ഉദ്ദേശിച്ചത് ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളെ മാത്രമല്ല ഉദ്ദേശിച്ചത്, പൊതുജനം കൃത്യമായിട്ടത് മനസ്സിലാക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് പോലും ഈ കാര്യത്തിലൊക്കെ വിഷമങ്ങളുണ്ട്. അത് ഞാൻ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് പോലും ഇങ്ങനെയുള്ളതായ മനസ്സ് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് കാണുമല്ലോ, ഈ അടുത്ത സമയത്തല്ല ഒരു പാർട്ടിയിൽ നിന്ന് അപ്പുറത്തോട്ട് മാറുന്നു, ആ പാർട്ടിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറുന്നു. വലിയ കാഴ്ചകളാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ജനം നൽകുന്ന ചില സൂചനകളായിട്ട് കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും ഒരു പ്രത്യേകമായ രാഷ്ട്രീയം ഒന്നും പിടിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് മലങ്കര സഭ ഒരിക്കലും പറഞ്ഞു. ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കുമെന്നും പറയാറില്ല. കാരണം ആരായാലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ കയറി വന്നിരുന്നതിന് ശേഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു കയറി വരുന്നതിന് മുമ്പിട്ട് ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ പശ്ചാത്തലം ഏകദേശം ഞങ്ങളൊക്കെ ഈ വേഷം വിട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയതാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. എന്തായാലും ഈ പള്ളിത്തർക്ക വിഷയത്തിൽ ഒരു കൃത്യമായ നീതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നൊരു ആശയം പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇന്നയാളെ വോട്ട് ചെയ്യണമെന്നോ സഭ പറയുന്നുമില്ല. ആ യുക്തിക്കനുസരിച്ച് ജനങ്ങൾ അവർ യുക്തിക്കനുസരിച്ച് ചെയ്യാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്, അവർ അത് ചെയ്യും എന്ന കാര്യം തന്നെയാണ് എന്തായാലും തിരുമേനിയും വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.